അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത്ത് ഹീലതി അദ്രികിനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാനും അങ്ങനെ ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളായി ജീവിച്ച് മരിക്കാനും നമുക്കെല്ലാവർക്കും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമളാൻ കഴിയുമ്പോൾ നമുക്ക് വരാനിരിക്കുന്നത് ചെറിയ പെരുന്നാളാണ്. ചെറിയ പെരുന്നാളിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു പുതുവസ്ത്രം അണിയുക എന്നുള്ളത് നമ്മളെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അള്ളാഹു റമളാനും പെരുന്നാളും ഒക്കെ അവൻ്റെ പൊരുത്തത്തിൽ ഉപയോഗിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ വസ്ത്രം വാങ്ങാറുണ്ട്, അല്ലെങ്കിലും നമ്മൾ വസ്ത്രം വാങ്ങാറുണ്ട്. നമുക്കെന്തെങ്കിലും നമ്മുടെ വീടുകളിൽ കല്യാണങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോഴൊക്കെ വസ്ത്രം വാങ്ങുന്ന ഒരു ചുറ്റുപാടുണ്ടല്ലോ. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് കൊണ്ട് അത്യാവശ്യം ഒരു സാമ്പത്തികം ഏകദേശം എല്ലാ ആളുകളുടെയും കയ്യിലൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ടും ആളുകൾ വസ്ത്രം മുമ്പത്തെ അപേക്ഷിച്ച് കൊണ്ട് വാങ്ങുന്നത് അത് വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു സത്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ വസ്ത്രം വാങ്ങാൻ സാധിക്കാത്ത സാമ്പത്തികമായി പിന്നോട്ടുള്ള യത്തീമുകളെ പോലത്തെ കുട്ടികൾ, അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ പരിസരത്തുണ്ടാകുമ്പോൾ അവർക്കും കൂടെ നമ്മൾ വസ്ത്രം എടുക്കുമ്പോൾ അവരെ കൂടെ ഒന്ന് ഒരു കൂട്ടം ഡ്രസ്സ് അവർക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കൊടുക്കാൻ നമ്മളൊക്കെ സന്നദ്ധരാകണം എന്നുള്ളത് കൂടെ ഉണർത്തുകയാണ്. അതിലൊക്കെ വലിയ ബർക്കത്തുണ്ട്. നമ്മൾ മാത്രം സന്തോഷിച്ചാൽ പോരല്ലോ, എല്ലാവരും സന്തോഷിക്കണം. എല്ലാവരും നമ്മളെപ്പോലെ ചിന്തയും വികാരവും വിചാരങ്ങളൊക്കെ ഉള്ള ആളുകളല്ലേ. അവർക്കൊക്കെ സന്തോഷവും അവർക്കും വേണമല്ലോ. അവർക്ക് സാമ്പത്തികമായി സാധിക്കാത്തത് കൊണ്ട് നമ്മളൊക്കെ ഒരു കൈത്താങ്ങായി വർത്തിക്കണമെന്നുള്ളത് ആമുഖമായി ഉണർത്തുന്നു. എന്തായാലും വസ്ത്രം എന്നാണ് വാങ്ങേണ്ടത്, അതാണ് നമ്മൾ ഇന്നത്തെ ഏറ്റവും വസ്ത്രം വാങ്ങാൻ ഏറ്റവും നല്ല ദിവസം ഏതാണ്? എന്തിനും ഒരു നല്ല ദിവസമുണ്ട് കേട്ടോ. എന്തിനും ഏതൊരു വിഷയത്തിനും ഒരു നല്ല ദിവസം ഉണ്ട് എന്നുള്ള സത്യമാണ്. വെറുതെ പറയുന്നത് ഇതിലൊക്കെ റൂഹുൽ ബയാൻ പോലത്തെ തഫ്സീറുകളിൽ ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു തഫ്സീറാണ് റൂഹുൽ ബയാൻ. അതുപോലെ അങ്ങനെയുള്ള തഫ്സീറുകളിൽ മഹാന്മാരുടെ ഉദ്ധരണികളിൽ ഇത് നമുക്ക് കാണാൻ പറ്റും. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, മൻ കാത സൗബ യൗമ സബ്തി, ശനിയാഴ്ച ദിവസം ഒരാൾ വസ്ത്രം വാങ്ങാൻ തീരുമാനിച്ചാൽ തെക്കൂനും മരീതൻ മാതാലിക്ക, അവനക്ക് രോഗം വരുന്നതാണ്. മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്, നമ്മുടെ വക പറയുന്നതല്ല. ഇത് ഒന്നും കൂടെ ഇതിൻ്റെ ആധികാരികത മനസ്സിലാക്കാൻ കിതാബിൽ കണ്ടതാണ്. ഇത് മഹാനായ താഴ്വ ഉസ്താദ് വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. എല്ലാ കിതാബുകളും റെഫറൻസ് ചെയ്ത് മഹാനവറുകൾ രേഖപ്പെടുത്തിയ ഒരു പദ്യമാണ് അൽ മവാഹിബുൽ ജലിയ, അതിലുള്ളതും കൂടിയാണ്. അതുപോലെ ഞായറാഴ്ച ദിവസമാണ് വസ്ത്രം വാങ്ങുന്നതെങ്കിൽ അത് ബർക്കത്തുണ്ടാവുകയില്ല. ശനിയാഴ്ച ദിവസം വാങ്ങിയാൽ അതോടുകൂടെ ആ മനുഷ്യ രോഗിയാവും. ഞായറാഴ്ച ദിവസം വാങ്ങിയാലോ അത് ബർക്കത്ത് ഇല്ല. ഇനി തിങ്കളാഴ്ച വാങ്ങുകയാണെങ്കിലോ ബർക്കത്താണ്. തിങ്കളാഴ്ച വസ്ത്രം വാങ്ങുകയാണെങ്കിൽ ബർക്കത്താണ്. ചൊവ്വാഴ്ച വാങ്ങുകയാണെങ്കിലോ
ലം യക്കുൻ മുബാറക്ക്, അത് ബർക്കത്തല്ല. മാത്രമല്ല അത് ആ വസ്ത്രം കത്തിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ വസ്ത്രം മോഷ്ടിച്ച് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ വസ്ത്രം ധരിക്കുന്നതോടൊപ്പം ഒരു ദുഃഖം എപ്പോഴും അവനിലുണ്ടാവും. ഇനി ബുധനാഴ്ച വസ്ത്രം വാങ്ങുകയാണെങ്കിലോ അത് യക്കൂനും മുബാറക്കൻ, അത് ബർക്കത്തുള്ളതാണ്, അനുഗ്രഹീതമാണ്. മാത്രമല്ല ആ വസ്ത്രം ധരിക്കലോടുകൂടെ ആ മനുഷ്യൻ്റെ ആയുസ്സിനൊരു വർധനവുണ്ടാകും. ഇനി വ്യാഴാഴ്ച ദിവസം ധരിക്കുകയാണെങ്കിലോ ബർക്കത്തുള്ളതാണ്. അവനിക്ക് വീണ്ടും വസ്ത്രം കിട്ടാൻ ഒരു കാര്യം കൂടെ, വസ്ത്രം കിട്ടും അവനിക്ക് എവിടുന്നേലും വ്യാഴാഴ്ച വസ്ത്രം വാങ്ങുകയാണെങ്കിൽ. വെള്ളിയാഴ്ച വസ്ത്രം വാങ്ങുകയാണെങ്കിലോ അത് ബർക്കത്താണ്. ആ വസ്ത്രം അവനക്കൊരു ഐശ്വര്യമാണ്. ആ വസ്ത്രത്തോടു കൂടെ അവനിക്കൊരു സ്ഥാനക്കയറ്റം ഉണ്ടാകും, അവൻ്റെ ഒരു അധികാരം വർദ്ധിക്കും. ഇത് വസ്ത്രം ധരിക്കുന്നതിന്, വസ്ത്രം വാങ്ങുന്നതിൻ്റെ ആ ദിവസങ്ങളെ മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്. ഇത് കിതാബുകളിലുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിക്കട്ടെ എന്ന് കരുതിയിട്ട് വീഡിയോ ഇട്ടതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരപ്പെടട്ടെ എന്നുള്ളത് കൊണ്ടാണ്. ഇത് നല്ലൊരു സന്ദേശമായിട്ട് കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.